ഞാൻ ടാക്സ് സംബന്ധമായ വീഡിയോസ് ഇടുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർ നല്ല കച്ചവടം കൊണ്ട് അയാളുടെ GST രജിസ്ട്രേഷൻ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അയാൾക്കെതിരെ എന്തെങ്കിലും ഒക്കെ നിയമ നടപടികൾ വരുമോ എന്നുള്ളത്. അപ്പൊ GST നിയമത്തിൽ ഈ GST രജിസ്ട്രേഷൻ എടുക്കൽ ബാധ്യതയുള്ള, അതായത് നിയമപ്രകാരം ടേൺ ഓവർ ഒക്കെ ക്രോസ് ചെയ്ത ഒരാൾക്കാർ അതേപോലെ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കെതിരെ സർക്കാരിന് ചുമത്താൻ പറ്റുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 63 എന്ന് പറയുന്ന ഒരു വകുപ്പ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, പിന്നെ ഇയാളുടെ പേരിൽ എടുത്തിരിക്കുന്ന ഇ-വേ ബില്ല്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് ഇയാൾക്കെതിരെ ഒരു ടാക്സ് അടക്കാനും അതിന്റെ പെനാൽറ്റി ഇൻട്രസ്റ്റ് ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഇടാൻ വേണ്ടി പറ്റും. സെക്ഷൻ 63 പ്രകാരമാണ്. പിന്നെ ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇടുക? ഇപ്പൊ 2025-26 ഇപ്പൊ സാമ്പത്തിക വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോട്ടീസും കാര്യങ്ങളൊക്കെ 2031 സെപ്റ്റംബർ വരെ ടൈമുണ്ട്. ഈ 2025-26 സാമ്പത്തിക വർഷത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റിന് ഈ പറഞ്ഞ രീതിയിൽ ഒരു ടാക്സ് എമൗണ്ട് കണക്കാക്കാനും പെനാൽറ്റി കണക്കാക്കാനും അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ 2031 സെപ്റ്റംബർ വരെ ടൈമുണ്ട്. അപ്പൊ ചില ആൾക്കാർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യതയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾക്കെതിരെ ഇങ്ങനെയുള്ള നിയമ നടപടികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് വന്നതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കൂടുതൽ അറിയാൻ തൊട്ടടുത്ത വീഡിയോ കണ്ടാൽ മതി.